അസ്സലാമലൈക്കും. ഇന്ന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം ഒരുപാട് റെസിപ്പീസിൽ ഞാൻ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ഇവാപ്പറേറ്റഡ് മിൽക്ക്. അപ്പം അത് നമുക്ക് ടിന്നായിട്ട് അവൈലബിൾ അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇവാപ്പറേറ്റഡ് മിൽക്ക്. അപ്പോൾ എല്ലാ ട്രെസ്ലെച്ച് കേക്കിനും നമ്മളൊക്കെ അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു ട്രെസ്ലെച്ച് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക് ചെയ്യുന്നുള്ളത്. പിന്നെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മളെ പാല് കേട് കൂടാണ്ട് നമുക്ക് നിൽക്കും. അതുകൊണ്ടാണ് പൊതുവെ ടിൻറ്റ് മിൽക്കൊക്കെ ഉണ്ടാകുന്നില്ല ഇവാപ്പറേറ്റഡ്, അതൊന്നും മോശമാവില്ല, പെട്ടെന്ന് ഡേറ്റ് ഒന്നും കേടാവില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ തിളച്ചിട്ട് പൊങ്ങിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം, നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവാപ്പറേറ്റഡ് മിൽക്കിൽ ഈ പാലിൻ്റെ തന്നെ മധുരമാണ് ഇറങ്ങിപ്പോകുന്നുള്ളത്. കണ്ടൻസ്ഡ് മിൽക്കിൽ നമ്മൾ എക്സ്ട്രാ സ്വീറ്റനിങ് ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് പാലിന് എടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. മേലത്തെ മലായി ഇല്ലേ, ഇതിങ്ങനെ മാറി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ മാറ്റിയിട്ട് എടുക്കാൻ പറ്റണം. അപ്പം ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ടെന്ന്. അതായത് നമ്മൾ ഇതിൻ്റെ നേരെ ഹാഫായിട്ട് തന്നെ ക്വാണ്ടിറ്റി മാറും കേട്ടോ. ഒരു ഇത്തിരി തിക്നെസ് വരും, പക്ഷെ വലിയ തിക്നെസ് ഒന്നും ഉണ്ടാവില്ലേ. എന്നാലും ഒരു ഇത്തിരി മാറ്റം പാലിനെക്കാട്ടും ഉണ്ടാവും. മധുരം ഉണ്ടാവും കേട്ടോ, സെൽഫായിട്ട് പാലിന് നല്ല മധുരം ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവാപ്പറേറ്റഡ് മിൽക്ക് ആയി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പെഷ്യലായി ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ ഇവാപ്പറേറ്റഡ് മിൽക്ക് ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ മലായും കൂടി മിക്സ് ആയാൽ അത് നമ്മളിപ്പോൾ ഷായി റെസിപ്പീസിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമായി മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ഫ്രിഡ്ജിൽ നമുക്ക് കുറേ കാലം വരെ സൂക്ഷിക്കാം. 1 വീക്ക് വരെയോ, 1 വീക്ക് എന്നല്ല, 1 വീക്കിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഞാനെന്നും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആക്കിയെടുക്കാറാണ്. കണ്ടില്ലേ, ഇതേ സെയിം തിക്നെസ്സും കളറും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ടിപ്പ് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ, അസ്സലാമു അലൈക്കും.